നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 292 292. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 292, തൃതീയ സ്കന്ധത്തിൽ 26-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം. കുറച്ച് സ്ലോ ആണ് ഈ അധ്യായം. കാരണം ദേവഹൂതിക്ക് കപിലഭഗവാൻ പറയുന്ന കപിലോപാഖ്യാനം അതിൻ്റെ ഇറ്റ്സ് പീക്ക്, അതിൻ്റെ കൊടുമുടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രമോഷയിലെ വേദാന്തപരമായിട്ട്, ഭക്തിപരമായിട്ട്, ജ്ഞാനപരമായിട്ട്, വാട്ട് നോട്ട്. അപ്പോൾ 23-ാമത്തെ ശ്ലോകം പറയണു, മഹത്തത്വാത് വികുർവനാത് ഭഗവത് വീര്യസംഭവാത് ക്രിയാശക്തിർ അഹങ്കാര ത്രിവിധ സമപദ്യത. 3 വിധത്തിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ വീര്യത്തിൽ നിന്ന് സംഭവത്തോടു കൂടിയ, അതായത് സംഭവിച്ചതായതും വികാരത്തെ പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ക്രിയകളിൽ ശക്തിയോടു കൂടിയതും 3 വിധത്തിൽ ഇരിക്കുന്നതുമായ അഹങ്കാരം ഉണ്ടായി. അത് പോവില്ല, അവിടെയാണ് പ്രശ്നം. അതിനെ മാറ്റാൻ സാധിച്ചാൽ ജീവിതം രക്ഷപ്പെടും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. അഹങ്കാരം എന്ന തത്വം ഉണ്ടായതിനെയും അതിൻ്റെ ലക്ഷണത്തെയും ഇതുമുതൽ 4 ശ്ലോകം കൊണ്ട് പറയുന്നു. ഈശ്വരൻ്റെ ചിത്ത്, അതായത് ജ്ഞാനം, ചിത്ത് എന്ന് പറഞ്ഞ ജ്ഞാനം എന്ന ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതായ മഹത്തത്വത്തിന് വികാരം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് അഹങ്കാരം എന്ന തത്വമുണ്ടായി. മനസ്സ് മുതലായവയെ ഉണ്ടാക്കുവാനുള്ള ശക്തി, ക്രിയാശക്തി അതിനുണ്ട്. ആ അഹങ്കാരം 3 വിധമായി ഭവിച്ചു എന്ന് പറഞ്ഞു. അതാണ് താമസാഹങ്കാരം, രാജസാഹങ്കാരം, സാത്വികാഹങ്കാരം. ഇനി 24-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. വൈകാരിക തൈജശ്ച താമസശ്ചയതോ ഭവ. വൈകാരിക തൈജസശ്ച താമസശ്ചയതോ ഭവ. മനശ്ചൈന്ദ്രിയാണാം ച ഭൂതാനാം മഹതാം അഭി. സത്വഗുണപ്രധാനമായത്, രജോ ഗുണപ്രധാനമായത്, തമോ ഗുണപ്രധാനമായത്. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മഹാഭൂതങ്ങളുടെയും സംഭവം യാതൊന്നിൽ നിന്നാകുന്നു, അതന്നെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. വൈകാരികം തൈജസം താമസം, വൈകാരികം തൈജസം താമസം എന്നാണ് 3 വിധമായ അഹങ്കാരങ്ങൾക്ക് പേര് ചെയ്തിരിക്കുന്നത്. സംജ്ഞ എന്നാണ് കേട്ടോ ഇവിടെ. പ്രകൃതിയുടെ ഉത്കൃഷ്ടമായ സമത എന്ന നിലയ്ക്കുണ്ടായ ആദ്യത്തെ മാറ്റത്തിന് വികാരം, സമത എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്നത്, വികാരം എന്ന് പേർ. ഈ ആദ്യ വികൃതിയിൽ, ഈ ക്ഷോഭത്തിനെന്താ പറയുക, വികൃതി എന്നാ പറയുക. ഈ ആദ്യ വികൃതിയിൽ സത്വഗുണത്തിനു തന്നെ പ്രാധാന്യം, സത്വഗുണത്തിന് തന്നെയാണ് പ്രാധാന്യം. അതോട് ചേർന്നതായ മഹത്വത്വം സത്വഗുണപ്രധാനമായ അഹങ്കാരം അല്ലെങ്കിൽ വൈകാരിക അഹങ്കാരം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. വൈകാരികാഹങ്കാരം എന്ന് പറഞ്ഞതും സത്വഗുണ സത്വഗുണാഹങ്കാരം എന്ന് പറഞ്ഞതും വൈകാരികാഹങ്കാരം പറഞ്ഞത് ഒന്ന്. ഇനി രാജസാഹങ്കാരം അല്ലെങ്കിൽ തൈജസാഹങ്കാരം, അതും ഒന്നാണ്. അതേമാതിരി തമോ ഗുണത്തിൽ പ്രതിഫലിച്ചതായ മഹത്വത്തിന് താമസാഹങ്കാരം, മഹത്വത്തെ താമസ എന്നും പേർ കൽപ്പിക്കപ്പെടുന്നു. ഈ 3 വിധമായ അഹങ്കാരങ്ങളിൽ
സ്വാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് മഹാഭൂതങ്ങളുമുണ്ട്. ഈ മഹാഭൂതങ്ങൾ ആകാശം മുതൽക്ക് ഇങ്ങോട്ട് ഭൂമി വരെയുള്ളത് താമസാഹങ്കാരം. ഇനി പറയണു 25 സഹസ്രശിരസം സാക്ഷാത് ഒരു മിനിറ്റ് സാക്ഷാത് സാക്ഷാത് യം അനന്തം. ഞാൻ അവിടെ നിന്നത് യം അനന്തം സാക്ഷാത് യം അനന്തം പ്രചക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയമനോമയം. ഒരു വാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ അതിൻ്റെ അർത്ഥതലങ്ങൾ നോക്കുക, അതിൽ വിശേഷമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സഹസ്രശിരസം സാക്ഷാത് യം അനന്തം പ്രചക്ഷതേ എന്ന് വായിച്ചാൽ ഇയാളേതാ സംസ്കൃത ശിരോമണി എന്ന് മനസ്സിലാവും. സംസ്കൃതം അറിയണവർക്ക് കേട്ടോ, ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ശിരോമണിമാർ കമ്മിയാണ്, കാരണം അവർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഭൂതേന്ദ്രിയ മനോമയം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്ന സ്വരൂപത്തിൽ ഭൂതേന്ദ്രിയ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഭൂതങ്ങൾ എന്ന സ്വരൂപങ്ങളായി തീർന്ന യാതൊരഹങ്കാരത്തെ സംഘർഷണൻ എന്ന പേരോടും 1000 ശിരസ്സുകളോടും കൂടിയിരിക്കുന്ന സാക്ഷാത് അനന്തൻ, സാക്ഷാത്തായി അപരിച്ഛിന്നനായിരിക്കുന്ന പുരുഷനെന്ന് വേർതിരിച്ച് പറയാൻ സാധിക്കാത്തത് പ്രകർഷേണ പറയുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം അതിൽ ഒന്നൊരു പ്രിയാമ്പിൾ പറയും, പിന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയും. അഹങ്കാരത്തിൽ ഉപാസ്യനായിരിക്കുന്ന മൂർത്തിയെ പറയുന്നു. അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമാണ് സംഘർഷണ ഭഗവാൻ. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, മഹാഭൂതങ്ങൾ എന്നിവയുടെ സ്വരൂപങ്ങളായി തീർന്ന ഞാൻ മഹാഭൂതങ്ങളെന്ന് പറഞ്ഞപ്പോൾ എന്തോ ആകാശം ഭൂമി വരെ ഉള്ളത് പറഞ്ഞു, അതല്ല കേട്ടോ, അത് എനിക്ക് തെറ്റുപറ്റിയതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുക, അതിവിടെ പറയുന്നുണ്ട്. മഹാഭൂതങ്ങൾ എന്നിവയുടെ സ്വരൂപങ്ങളായി തീർന്ന അഹങ്കാരത്തെ 1000 ശിരസ്സുകളോടും അപരിച്ഛിന്ന മാഹാത്മ്യത്തോടും കൂടിയിരിക്കുന്ന സാക്ഷാൽ സംഘർഷണൻ എന്നു പേരുള്ള മഹാപുരുഷനെന്ന് പറയുന്നു. ഇനിയാണ് അതിൻ്റെ എന്താണ് പറയുക കൺക്ലൂഷൻ. അഹങ്കാരത്തെ തന്നെ അഭേദമായിട്ട്, ഭേദമില്ലാണ്ട് സംഘർഷൻ എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യം ആ അഹങ്കാര തത്വത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ദേവനായ സംഘർഷണനും ആ അഹങ്കാര തത്വവും ഭിന്നമല്ലെന്ന് ഉള്ള ഭാവനയോടുകൂടെ ഉപാസിപ്പാൻ വേണ്ടിയിട്ടാകുന്നു. ഉപാസിക്കണം, സംഘർഷണമൂർത്തിനും ഉപാസിക്കണം. ഒരു വ്യക്തിയിൽ ഞാനെന്ന് തോന്നുന്ന ഭാവത്തെ സർവവ്യാപകമാക്കുന്നുവെങ്കിൽ സകല വ്യക്തികളും ഞാൻ തന്നെ, ഞാൻ പരിച്ഛിന്നനല്ല, അറിയപ്പെടുന്നവനല്ല, സഹസ്ര ശിരസ്സുകളും കൈകളും കാലുകളുമുള്ളവൻ എന്ന ഭാവന യാതൊന്നോ അതുതന്നെയാകുന്നു സംഘർഷണോപാസന എന്ന് പറയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ച ഇതി ലക്ഷണം. ചേതി ലക്ഷണം എന്ന് വായിക്കരുത്. ച ഇതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി വാ സ്യാത് അഹം കൃതേ. സ്യാത് അഹം കൃതേ. അപ്പോൾ പറയണു അതിൻ്റെ വാക്കാർത്ഥം. കർത്തൃത്വം, കർത്താവെന്ന ഭാവം, കരണങ്ങളെന്ന ഭാവം, കാര്യങ്ങളായിരിക്കുന്ന നില, ശാന്തം ഘോരം വിമൂഢം എന്ന അവസ്ഥ. ശാന്തം ഘോരം വിമൂഢം എന്ന അവസ്ഥ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായി ഭവിക്കുന്നു പറഞ്ഞു. ഇനിയാണ് ഒരു പ്രിയാമ്പിളുണ്ട്, കൺക്ലൂഷനുണ്ട് ഭാവാർത്ഥത്തിന്. അതിൻ്റെ പ്രിയാമ്പിൾ പറയണു. അഹങ്കാര ലക്ഷണത്തെ മറ്റൊരു വിധത്തിൽ ബോധിപ്പിക്കുന്നു. സോ മെനി കൈൻഡ്സ് വേ ഓഫ് എക്സ്പ്രഷൻ. ദേവന്മാരെന്ന നിലയിൽ കർത്തൃഭാവത്തെയും ഇന്ദ്രിയങ്ങളെന്ന നിലയിൽ കാരണാവസ്ഥയെയും ഭൂതങ്ങളെന്ന ഭാവത്തിൽ കാര്യസ്വരൂപത്തെയും വഹിച്ച് കാണപ്പെടുന്നതിന് പ്രധാന കാരണം അഹങ്കാരമാകുന്നു.
അല്ലെങ്കിൽ ശാന്തം, ഘോരം, മൂഢം എന്ന 3 അവസ്ഥയ്ക്ക് കാരണം അഹങ്കാരത്തിൻ്റെ 3 വിധ ഭേദമാകുന്നു എന്നും അഹങ്കാരത്തിന് ലക്ഷണ നിർണയം ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കൺക്ലൂഷൻ, ജീവാത്മാവിന് വൈകാരികാഹങ്കാര സംബന്ധം നിമിത്തം കർത്താവെന്നും, ആവശ്യമില്ലാണ്ട് വേലിയുമ്പോൾ കിടക്കണ പാമ്പിനടുത്ത് മടിയിലേക്ക് വയ്ക്കുകയാണ്, തൈജസാഹങ്കാര സംബന്ധം നിമിത്തം ഇന്ദ്രിയവാനെന്നും, താമസാഹങ്കാര സംബന്ധം നിമിത്തം ദേഹവാനെന്നും അഭിമാനമുണ്ടാകുന്നുവെന്ന് സാരം. അഭിമാനം, ദുരഭിമാനം. അല്ലെങ്കിൽ സ്വാത്വികാഹങ്കാര സംബന്ധത്താൽ ജീവന് ശാന്തിയും തൈജസാഹങ്കാര സംബന്ധത്താൽ പ്രവൃത്തിയിൽ തീഷ്ണതയും താമസാഹങ്കാരത്താൽ ആലസ്യവും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾക്ക് ആലസ്യം വേണ്ട, തീഷ്ണതയും വേണ്ട, ശാന്തി ഉണ്ടായാൽ മതി. ഈ ലക്ഷണങ്ങളെ കൊണ്ട് അഹങ്കാരമാകുന്ന ലക്ഷ്യത്തെ അറിഞ്ഞുകൊള്ളണം. ജീവാത്മാവിൻ്റെ ബഹുവിധ ഭാവഭേദങ്ങൾക്ക് കാരണം സത്വാദി ഗുണങ്ങളോടുള്ള ചേർച്ചയാണെന്ന് ഇവിടെ സ്പഷ്ടമായിരിക്കുന്നു. ചേർച്ചയില്ലെങ്കിൽ നിസ്സംഗമാണെങ്കിൽ രക്ഷപ്പെട്ടു, സംഘമാണെങ്കിൽ ബുദ്ധിമുട്ടി. ശുദ്ധ ചൈതന്യം തന്നെ ജീവൻ, നോ ഡൗട്ട്. ശുദ്ധ ചൈതന്യം തന്നെ ജീവൻ. ഗുണബന്ധം അശുദ്ധി കാരണം, ഗുണബന്ധം ഉണ്ടാവാൻ കാരണം അശുദ്ധിയാണ്. അപ്പോൾ ശുദ്ധി എന്താ? പിന്നെ ബന്ധമില്ലാതെ കണ്ടിരിക്കുക. വിഷമമുണ്ട് ആൾക്കാർക്ക് ഇത് കേട്ട, പക്ഷേ വിഷമിച്ചൊരു കാര്യമില്ല. ഇനി 27ാമത്തെ ശ്ലോകം, വൈകാരികാത് വികുർവണാൻ മനസ്തത്വമജായതാം യൽ സങ്കൽപ്പവികൽപ്പാഭ്യാം വർത്തതേ കാമസംഭവാ. വികാരത്തെ പ്രാപിച്ചതായ വൈകാരികത്തിൽ നിന്ന് മനസ്സ് എന്ന തത്വം ജനിച്ചു. യാതൊന്നിൻ്റെ വികൽപ്പങ്ങളിൽ നിന്ന് കാമത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നു. കാമത്തിൻ്റെ ഉൽപ്പത്തി അത് ആവശ്യമില്ലാത്തതാണ്. ഇനി അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട്, മനസ്സിൻ്റെ ഉൽപ്പത്തിയെയും ലക്ഷണത്തെയും പറയുന്നു. സാത്വിക അഹങ്കാരത്തിൻ്റെ വികാരത്തിൽ നിന്ന് മനസ്സ് എന്ന തത്വമുണ്ടായി. വിഷയത്തെ ചിന്തിക്കുന്നതായ സങ്കല്പവും വിഷയത്തിൻ്റെ വിശേഷാവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുന്ന വികൽപ്പം മനസ്സിൻ്റെ പ്രവൃത്തികളാകുന്നു. ഇത് നിമിത്തം കാമം എന്നു പേരായ വൃത്തി മനസ്സിൽ പ്രകാശിക്കുന്നു. അപ്പോൾ വികൽപ്പത്തിന് അടിമപ്പെടരുത്. ആവരണം, വികൽപ്പം, മായയ്ക്ക് 2 ഗുണ. അപ്പോൾ മായയെ ഒഴിച്ചു നിർത്തിയാൽ സംശുദ്ധ ഭക്തിയായി, സംശുദ്ധമായ തേജോപുഞ്ചായി. ഇനി 28ാമത്തെ ശ്ലോകം, യത് വിദുർഹ്യ നിരുദ്ധാഖ്യാം ഹൃഷേകാണാം മതീശ്വരം ശാരദേന്ദീവരശ്യാമം ശാരദ ഇന്ദീവരശ്യാമം സംരാധ്യം യോഗിഭിക്ഷണൈഃ. യാതൊന്നിനെ ഇന്ദ്രിയങ്ങളുടെ നാഥനും ഹൃഷി കാണാം. അപ്പോൾ അതീശ്വരം നാഥനും ശരൽക്കാലത്തിലെ ഇന്ദീവരം പോലെ ശ്യാമള നിറമുള്ളവനും യോഗികളിൽ സാവധാനത്തിൽ ആരാധിപ്പാൻ യോഗ്യനുമായ അനിരുദ്ധനെന്നു പേരോടുകൂടിയവനെന്ന് അറിയുന്നു. അതായത് സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുപ്നൻ, വാസുദേവൻ, ഇങ്ങനെയാണ് ചതുർവ്യൂഹങ്ങളെന്ന് പറയും. അപ്പോൾ പറയുന്നു, മനസ്തത്വത്തിൽ ഉപാസിക്കേണ്ടതായ ദേവനെ ഉപദേശിക്കുന്നു. മനസ്സിൽ അധിവസിക്കുന്ന ദേവൻ അനിരുദ്ധനാകുന്നു. ഓം അനിരുദ്ധായ നമഃ. ശരൽക്കാലത്തിലെ നീലത്താമര പോലെ മനോഹരമായ ശ്യാമള നിറത്തോടു കൂടിയ ആ ദേവനെ യോഗികൾ സാവധാനന്മാരായിട്ട് മനസ്സിൽ ഉപാസിക്കുന്നു. അനിരുദ്ധൻ ആരാലും നിരോധിപ്പാൻ കഴിയാത്ത വിധം ബലമുള്ളവനാണ്. ഇദ്ദേഹത്തിനെയാണ് ബാണൻ
കെട്ടിയിട്ടത്. പിന്നെ പക്ഷേ അത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അനിരുദ്ധന് കഴിവില്ലാച്ചിട്ടല്ല എന്നർത്ഥം. മനസ്സ് തന്നെ അനിരുദ്ധൻ എന്ന ഉപാസന ദൃഢമാകുന്നതോടുകൂടി കാമിച്ചതെല്ലാം സഫലമാകും. അനിരുദ്ധനെ പൂജിച്ചാൽ കാമിച്ചത് ശരിയാവുകയും ചെയ്യും. കാരണം ഈ അനിരുദ്ധൻ ആരാ? പ്രദ്യുപ്നൻ്റെ മകനാ. പ്രദ്യുപ്നൻ ആരാ? കാമദേവനാ, അച്ഛനാണ്. അപ്പോൾ അനിരുദ്ധൻ എന്ന ഉപാസന ദൃഢമാകുന്നതോടെ കാമിച്ചതെല്ലാം സഫലമാകും. കാമത്തിൽ അശുദ്ധി ഇല്ലാതെ ആവുന്നതാണ്. ശുദ്ധി ഉണ്ടാവും. ഈ സിദ്ധിക്കാണ് യോഗികൾ ഉപാസിക്കുന്നത്. പക്ഷേ വാസുദേവൻ പ്രസാദിച്ചാൽ പിന്നെ പ്രദ്യുപ്നനും അനിരുദ്ധനും ആവശ്യമില്ല, സംഘർഷണം ആവശ്യമില്ല. അപ്പോൾ ആൾക്കാർക്ക് മോഹം ഉണ്ടാവും. എന്നാൽ കൃഷ്ണനെ വാസുദേവനോട് ഒഴിവാക്കുക, അനിരുദ്ധൻ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ 29 തൈജസാത്വികോർവണാത് ബുദ്ധിതത്വമഭൂത് സതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാം അനുഗ്രഹ. ഋഷികേശൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ വസുദേവൻ എന്ന് പറയും, ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം എന്ന് പറയും. അപ്പോൾ ഹേ പതിവ്രതേ, കപില ഭഗവാൻ ദേവഹൂതിയെ അഭിസംബോധന ചെയ്യണം. ഹേ പതിവ്രതേ, വികാരത്തെ പ്രാപിച്ചിരിക്കുന്ന തേജസാഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി എന്നുള്ള തത്വമുണ്ടായി. ഇന്ദ്രിയങ്ങൾക്ക് ദ്രവ്യങ്ങളുടെ സ്ഫുരണരൂപമായ അറിവാകുന്ന അനുഗ്രഹം ആണത്. ഭാവാർത്ഥത്തിലേക്ക് പോകാം. ഹേ പതിവ്രതയായ മാതാവേ, വികാരത്തെ അടഞ്ഞതായ അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി എന്നു പേരുള്ള തത്വം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിലെത്ര ശ്ലോകം ഉണ്ടെന്നാണ് നോക്കണത് കേട്ടോ. കുറച്ച് ജാസ്തി ഉണ്ട് എന്ന് തോന്നുന്നു എനിക്ക്. ഒരു കരം കൂടി പിന്നെ കുറേ ജാസ്തി ലെങ്തി. അതെ, 72 ശ്ലോകമുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടുള്ളൂ? പിന്നെ 29 എത്തിയിട്ടുള്ളൂ. ഞാൻ അതാ നോക്കിയത്. അപ്പോൾ ഹേ പതിവ്രതേ, വികാരത്തെ പ്രാപിച്ചിരിക്കുന്ന തേജസാഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി എന്നുള്ള തത്വമുണ്ടായി. ഇന്ദ്രിയങ്ങൾക്ക് ദ്രവ്യങ്ങളുടെ സ്ഫുരണരൂപമായ അറിവാകുന്നത് അനുഗ്രഹമാണ് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നു. ഹേ പതിവ്രതയായ മാതാവേ, വികാരത്തെ അടഞ്ഞതായ തേജസാഹങ്കാരത്തിൽ നിന്ന് തേജസാഹങ്കാരത്തിൽ നിന്ന് ബുദ്ധി എന്നു പേരുള്ള തത്വമുണ്ടായി. നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ, ഇത് ഘടം, ഇത് പടം എന്നിങ്ങനെ രൂപാദികളുടെ വിശേഷതയെ ഗ്രഹിക്കുന്നത് ബുദ്ധിതത്വത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ ബുദ്ധി അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ആടിനെ ആടായിട്ട് കാണും, മാടിനെ ആടായിട്ട് കാണും. സംഗതി ബുദ്ധിമുട്ടായി. കുതിരേനെ കഴുതയായിട്ട് കാണും, കഴുതേനെ കുതിരയായിട്ട് കാണും. അപ്പോൾ ബുദ്ധിതത്വത്തിൽ അനുഗ്രഹം കൊണ്ടാകുന്നു. ഈ വിശേഷജ്ഞാനമാണ് ബുദ്ധിതത്വ ലക്ഷണമെന്ന്. വിശേഷജ്ഞാനം. 30 സംശയോ അധ വിപര്യാസോ നിശ്ചയ സ്മൃതിരേവച സ്വാപ ഇത്യുച്യതേ ബുദ്ധേർ ലക്ഷണം വൃത്തിത പൃഥക്. ഇതാണ് ശ്ലോകം. അതോ ഇതോ എന്നുള്ള ഭാവം, അതാ ശരി ഇതാ ശരി എന്നുള്ള തർക്കം, വിപരീത ഭാവം, ഒന്നിനെ മറ്റൊന്നായിട്ടുള്ള വിചാരം, ഇതാണോ നല്ലത്? നല്ലത് മറ്റൊരിടത്ത് കൊണ്ടുപോയില്ലോ. അങ്ങനെയൊക്കെ തോന്നിയ ബുദ്ധിമുട്ടായി. നമ്മുടെ കയ്യിലുള്ളത് നല്ലതാന്ന് വിചാരിച്ചാൽ മതി. അല്ലേ? അപ്പോൾ ശരിയായ അറിവ് അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതാ. എനിക്ക് ഇന്ന് ഹൃദയസ്പർശമായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു മെസ്സേജ്, വീഡിയോ മെസ്സേജ്, യൂട്യൂബാണെന്ന് തോന്നുന്നു, ഒരു പിന്നെ സംസാരിക്കാൻ കഴിയാത്തൊരാൾ, ആംഗ്യം കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അയാൾ ഭർത്താവാന്ന് ഞാൻ ആ പിക്ചറൈസേഷനിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഭാര്യ വളരെ ആത്മാർത്ഥമായിട്ട് അയാൾക്ക് പുട്ടും കടലയും പഴമൊക്കെ എടുത്ത് വെച്ചിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്.
ഓഫീസിലേക്ക് പോകുമ്പോൾ ഇയാളോട് പറഞ്ഞു ഇങ്ങനെ പുട്ടും പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ ഓഫീസിൽ പോകാൻ തിരക്കായി, ഞാൻ എന്താ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റ് എത്തുന്നതിൻ്റെ മുമ്പ് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ അവരുടെ ഷൂ മറ്റെന്താ പറയുക കാലമ്പിലിടുന്ന ആ ഷൂവിൻ്റെ വള്ളി പൊട്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, ഭാര്യയുടെ ചപ്പലിൻ്റെ വള്ളി പൊട്ടിയല്ലോ. പക്ഷെ അവർ വളരെ അച്ചടക്കത്തോടു കൂടി അതിനെ എവിടെ നിന്നാണ് പുറത്തേക്ക് വന്നത് അതിൻ്റെ ഉള്ളിൽ തിരികെയിട്ട് കാലിലിട്ടിട്ട് മെല്ലെ മെല്ലെ അത് പ്രശ്നമില്ലാത്ത രീതിയിൽ വഴിയിൽ നിന്ന് നേരാക്കിക്കാമെന്നോ എന്തെങ്കിലും വിചാരിച്ചിട്ടാവാം പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ അത്ര ബുദ്ധിമുട്ടണം എന്ന് ഒരു തോന്നുകയാണ്. അത് കഴിഞ്ഞ് ഇവൾ പോയി വരുന്നതിൻ്റെ മുമ്പ് മാർക്കറ്റിൽ പോയിട്ട് ഇവളുടെ സൈസിന് നല്ല ഒരു ക്വാളിറ്റി ചപ്പൽ അല്ലെങ്കിൽ ഷൂ വാട്ടെവർ ഇറ്റ് ഈസ് വാങ്ങി കൊണ്ടുപോയിക്കുകയാണ്. അപ്പോൾ ഇയാളെന്ത് ചെയ്തു, കവർന്ന് അത് എടുത്തിട്ട് കേടുള്ളത് ഇട്ടിട്ട് കാരണ്ടാവുള്ള എന്നുള്ള നിലയ്ക്ക് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഇത് വെച്ചു. അപ്പോഴേക്കും വൈകുന്നേരമായി അവൾ വരികയാണ്. വരുമ്പോൾ ഇവളുടെ സന്തോഷം കാണാൻ വേണ്ടി ഭർത്താവ് വാതിൽ തുറന്നു. ഇവൾ ഈ പുതിയ ചെരുപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു പുതിയ ചെരുപ്പ് ഇട്ടിട്ട് ആരിതിൻ്റെ ഉള്ളിലുണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. ഇവൾ ഓഫീസിൽ പോയ സമയത്ത് ഒരു സ്ത്രീ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഇയാൾക്ക് മിണ്ടാൻ വയ്യാന്നൊന്നുള്ള അതല്ല, ഈ കാലത്തെ ചെരുപ്പ് എടുത്തിട്ട് അടിച്ചിട്ടില്ല, എറിയ എന്താണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം? ഇതൊരു റീലാവാം അല്ലെങ്കിൽ യൂട്യൂബ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇത്രയും. അപ്പോൾ ഒരു പുരുഷൻ്റെ മഹാമനസ്കതയെ പറ്റി ഒരു സ്ത്രീക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹമാണ്. ഞാനത് പറയാനപ്പോൾ ഇത്രയൊക്കെ നീട്ടിക്കൊണ്ടുവന്നത്. ഈശ്വരാനുഗ്രഹമാണ്. തെറ്റിദ്ധാരണ ജടിലമായിട്ടുള്ളതാണ് ഈ കാലങ്ങൾ മുഴുവൻ. കാരണം ഇത് കലികാലമാണല്ലോ. അപ്പം എന്താ ഇതൊക്കെ പറയാൻ കാരണം? വിപരീത ഭാവം. ഭർത്താവിൻ്റെ സ്വമനസ്സിനെ മനസ്സിലാക്കാതെ കണ്ട് വിപരീത ഭാവത്തെ ആലോചിച്ചു. അതാണ് ഒന്നിനെ മറ്റൊന്നായിട്ടുള്ള വിചാരം. ശരിയായ അറിവ്, അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ഓർമ്മ, ഉറക്കം എന്നീ വൃത്തികളിൽ നിന്ന് ബുദ്ധിയുടെ ലക്ഷണം വേറെ എന്ന് പറയപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. ദ്രവ്യങ്ങളുടെ സ്ഫുരണമാണ് ബുദ്ധിയുടെ ലക്ഷണം. അതായത് കാശിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. ദ്രവ്യങ്ങളുടെ ഇപ്പോൾ അരി വാങ്ങുകയാണെങ്കിലും അരി നോക്കി വാങ്ങണം, വേണ്ടേ? ഇപ്പോൾ അതിൽ വേറൊരു അപാകതയുണ്ട് ഈ അരിയുടെ കാര്യത്തിൽ. അരി വെള്ള അരിയുണ്ട്, തവിടുള്ള അരിയുണ്ട്, തവിടിൻ്റെ നിറം കലർത്തിയിട്ടുള്ള അരിയുണ്ട്, തവിട് ഒട്ടും കളയാത്ത അരിയുണ്ട്. പക്ഷെ അതിന് രുചി വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും പോളിഷ്ഡ് അരിയേ പറ്റുള്ളൂ. അപ്പോൾ അതേമാതിരി വേഗം വേവണം. അതിനാണ് ഒറ്റപ്പുഴുക്ക് എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പുഴുക്ക് കമ്പാരിറ്റീവ്ലി പുതിയ നെല്ല് കുത്തിയിട്ടുള്ളതാണ്. അതിൽ സ്റ്റാർച്ച് കൂടും. പഴയ അരിയാണ് കുറച്ച് നേരം കടന്ന് വേവണം. ആദ്യം വെക്കണതിൻ്റെ മുമ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അരി വെച്ച് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഇത് അരിച്ച് നേരാക്കണം. പക്ഷേ ആരരിക്കണത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്? എല്ലാം കുക്കറിലിട്ടിട്ട് 4 തടവ് തടവിയിട്ട് പകുതി വെള്ളവും പകുതി ചൂടായിട്ട് അങ്ങോട്ട് കയറ്റിയാണ്. 4 വിസിൽ വെച്ചാൽ വെന്തുവെച്ചാൽ വെന്തു, വെന്തില്ലെങ്കിൽ വെന്തില്ല. അപ്പോൾ പഴയ അരിയുടെ ചോറിന് ഷുഗർ ഉണ്ടാവില്ല, സ്റ്റാർച്ച് ഉണ്ടാവില്ല. അതൊന്നും ന്യൂ ജനറേഷൻ മനസ്സിലാക്കണമില്ല. പറഞ്ഞ പക്ഷേയില്ലേ, ഈസി ആയിട്ട് കാര്യം കഴിയണമെന്ന് മാത്രമേ മനസ്സിലാക്കണുള്ളൂ. അപ്പോൾ ഇവിടെ ദ്രവ്യങ്ങളുടെ സ്ഫുരണമാണ് ബുദ്ധിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ളവർക്കല്ലേ ഈ കാശിൻ്റെ വരുമാനത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പോരാ കിട്ടിയത് പോരാ, അല്ലെങ്കിൽ കൊണ്ടുവന്നത് പോരാ എന്ന് പറയാൻ തുടങ്ങിയാൽ ഏണിംഗ് മെമ്പർ അവിടെ പോവും. അപ്പോൾ എന്ന് പറഞ്ഞതിനെ കുറെ കൂടെ വിസ്തരിച്ച് കാണിക്കുന്നു. പക്ഷേ പഠിച്ചാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഒരു വിധത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ അതിന് വിരോധമായിരിക്കുന്ന
പലവിധ ജ്ഞാനരൂപമായ സംശയം ബുദ്ധിയുടെ ഒരു ലക്ഷണമാകുന്നു. ഒരു മരക്കുറ്റിയെ കണ്ട് അത് മരക്കുറ്റിയോ ഒരാളോ എന്നുള്ള ശങ്ക സ്വാഭാവികമാണ്. ഈ മാതിരി ജ്ഞാനത്തിന് സംശയം എന്നു പേർ. സംശയം, വിപരീത ജ്ഞാനം അല്ലെങ്കിൽ മിഥ്യാജ്ഞാനം ബുദ്ധിയുടെ മറ്റൊരു വിധമായ വൃത്തിയാകുന്നു. വെളുത്ത നിറമുള്ള ശംഖത്തെ മഞ്ഞ നിറമുള്ളതാണെന്നും ശുക്തിയെ വെള്ളിയാണെന്നും, അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല, കാക്കപ്പൊന്ന് കണ്ടിട്ട് വെള്ളിയാണെന്ന് വിചാരിക്കണത്, വെള്ളിയാണെന്നും ധരിക്കുന്നതായ ഒരു വക ജ്ഞാനത്തിന് വിപര്യാസം എന്നു പേര്. ഇതും ബുദ്ധിയുടെ ലക്ഷണം തന്നെ. രജതത്തെ രജതമെന്നും ശുക്തിയെ ശുക്തിയെന്നും ശരിയായി ധരിക്കുന്നതായ നിശ്ചയജ്ഞാനം, ഉറപ്പിക്കണം, നിശ്ചയജ്ഞാനം ബുദ്ധിയുടെ ശരിയായ ലക്ഷണം. ഒരിക്കൽ അനുഭവിച്ചതായ ഒരു സുഖമോ ദുഃഖമോ മറ്റൊരു സമയത്തിൽ ഓർമ്മിക്കുന്നതായ സ്മൃതിയും ബുദ്ധിവൃത്തി തന്നെ. ഇവിടെ ഒരപാകതയുണ്ട്. എന്താ? കഴിഞ്ഞുപോയ ഒരു ദുഃഖത്തെ സ്മരിച്ച് ദുഃഖിക്കുമ്പോൾ നല്ലത് ചെയ്യാനുള്ള സമയം നഷ്ടം വരും പ്രൊഷയിലെ. അപ്പോൾ ശരീരത്തിൽ ഈ റെഡ് കോർപ്പസൽസ്, വൈറ്റ് കോർപ്പസൽസ്, ശരിക്കും വൈറ്റ് കോർപ്പസൽസ് വേണം രക്തത്തിൽ. അതാണ് രക്തത്തിൻ്റെ ശുദ്ധി കണക്കാക്കുന്നത്. രക്തത്തിൻ്റെ നിറം ചുവപ്പല്ലേ, അപ്പോൾ റെഡ് കോർപ്പസൽസ് അല്ലേ വരുന്നത് പറഞ്ഞാൽ അജ്ഞാനാണെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം സ്മൃതി ലൗകികമാവരുത്, സ്മൃതി അദ്വൈതമായിരിക്കണം. ഈശ്വരീയതിനെ പറ്റിയിട്ട് സ്മരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ലൗകികത്തെ വിസ്മരിക്കണം, മറക്കണം. അപ്പോൾ പറഞ്ഞു, ഒന്നും പ്രവർത്തിക്കാതെ അജ്ഞാനവൃത്തിയിൽ അടങ്ങുന്നതായ നിദ്ര എന്നതും ബുദ്ധിയുടെ വൃത്തിയാകുന്നു. ഇങ്ങനെ വൃത്തിഭേദം നിമിത്തം ലക്ഷണഭേദം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.